നമസ്കാരം. പിന്നിട്ട ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട 100 വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഫോ ന്യൂസ് ഒരുക്കുന്ന 100 ന്യൂസ് റീക്യാപ്പ് എന്ന വാർത്താ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. വാർത്തകളിലേക്ക്. ബസ്സിൽ കുഴഞ്ഞുവീണ യുവതിക്ക് ചികിത്സയൊരുക്കി ബസ് ജീവനക്കാർ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജോണീസ് ബസ്സിലാണ് സംഭവം. തൃശൂർ പട്ടിക്കാട് അടിപ്പാതയ്ക്ക് മുകളിൽ പിക്കപ്പ് വാനിന് പിറകിൽ മറ്റൊരു വാഹനമിടിച്ച് അപകടം. ഡ്രൈവർ വാഹനത്തിൽ കുടുങ്ങിയത് 1 മണിക്കൂറോളം. നാഗപട്ടണം സ്വദേശി ചന്ദ്രകുമാറാണ് അപകടത്തിൽപ്പെട്ടത്. 5 വർഷമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന ആളൂരിൽ പോക്സോ കേസ് പ്രതിയായ തമിഴ്നാട് സ്വദേശിയെ ചെന്നൈയിൽ നിന്ന് പിടികൂടി. ചെന്നൈ കോടമ്പക്കം സ്വദേശി രാജകുമാരനെയാണ് അറസ്റ്റ് ചെയ്തത്. വല്ലച്ചിറയിൽ നിന്നും 5000 കിലോ മുളക് പൊടി വാങ്ങിക്കൊണ്ടുപോയി 11 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ തമിഴ്നാട് സ്വദേശി പിടിയിൽ. തമിഴ്നാട് ഈറോഡ് സ്വദേശി മുത്തുകുമാറിനെയാണ് പോലീസ് തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ദേശീയപാത ആമ്പല്ലൂരിൽ ടോറസ് ലോറി തട്ടിമറിഞ്ഞ ബൈക്കിൽ മറ്റൊരു ലോറി ഇടിച്ച് വരന്തരപ്പള്ളി സ്വദേശിയായ യാത്രക്കാരൻ മരിച്ചു. കോപ്പാടൻ വീട്ടിൽ വിജയന്റെ മകൻ 44 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. തൃപ്രയാറിൽ കണ്ടെയ്നർ ലോറി ബൈക്കുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രികൻ കുന്നംകുളം സ്വദേശി പ്രണവ്, കാൽനട യാത്രക്കാരി പെരിങ്ങോട്ടുകര സ്വദേശിനി അന്താരത്തറ വീട്ടിൽ ഷിഹാബിന്റെ ഭാര്യ സീനത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി സ്കൂൾ പരിസരത്ത് നിന്ന് സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. മേലൂർ കുന്നപ്പള്ളി പനങ്ങാടൻ വീട്ടിൽ അഭിനവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക, ഓണക്കാലത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കെ രാമചന്ദ്രൻ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ ലഹരി വേട്ട. യുവതികളടക്കം 3 പേർ പിടിയിൽ. എറണാകുളം സ്വദേശി ആഷിഖ്, പത്തനാപുരം സ്വദേശിനി ഷഹാന, മാള സ്വദേശിനി ഹരിത എന്നിവരാണ് അറസ്റ്റിലായത്. സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 18 യാത്രക്കാർക്ക് പരിക്കേറ്റു. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജീസസ് എന്ന ബസ്സാണ് മറിഞ്ഞത്. തൊട്ടു മുന്നിൽ പോയ കാർ പെട്ടെന്ന് വെട്ടിച്ചതോടെ ബസ്സിന് നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കല്ലൂർ സ്വദേശിയായ കുപ്രസിദ്ധ ഗുണ്ടയെ അറസ്റ്റ് ചെയ്തു. കല്ലൂർ പള്ളിക്കുന്ന് പുള്ളിശ്ശേരി വീട്ടിൽ ലിയോഷിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം സമയം വൈകിട്ട് 4 മണിയിൽ നിന്നും 7 മണി വരെയാക്കി ദീർഘിപ്പിച്ചു. മോർച്ചറിയിലെ 16 ഫ്രീസറുകളിൽ 6 എണ്ണം പൊതുജനങ്ങൾക്ക് സൗജന്യമായി മൃതദേഹം സൂക്ഷിക്കാൻ അനുവദിക്കുമെന്നും ഡോക്ടർ ഹിതേഷ് ശങ്കർ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വനിതാ ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി മട്ടത്തൂർ ഫോട്ടോ മ്യൂസ് ആർട്ട് ഗാലറിയിൽ നടന്ന ഫോട്ടോ പ്രദർശനം വേറിട്ട കാഴ്ചയായി. ശക്തമായ മഴയിൽ അളകപ്പ നഗർ എരിപ്പോട് വീട് തകർന്നു വീണു. വെള്ളാന്തര ശശിയുടെ ഓടിട്ട വീടാണ് തകർന്നത്. വീട്ടുകാർ പരിക്കേൽക്കാതെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കേച്ചേരിയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. 15ഓളം പേർക്ക് പരിക്കേറ്റു. ഓഗസ്റ്റ് 30 ശനിയാഴ്ച രാവിലെ 11 മണിയോടെ കേച്ചേരി തൂവാനൂർ പാലത്തിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസ്സും കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന വിനോദ് എന്ന സ്വകാര്യ ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും 15 ഗ്രാം MDMA-യുമായി യുവാവ് എക്സൈസ് പിടിയിലായി. മലപ്പുറം നിലമ്പൂർ കരുളായി സ്വദേശി മുഹമ്മദ് ഹബീബ് റഹ്മാനാണ് പിടിയിലായത്. ബസ് യാത്രക്കിടെ കുഴഞ്ഞുവീണ യാത്രക്കാരി മരിച്ചു. തൃശൂർ അന്തിക്കാട് റൂട്ടിലോടുന്ന ബസ്സിലാണ് സംഭവം. വന്നേരി വീട്ടിൽ ഗോപാലന്റെ മകൾ 56 വയസ്സുള്ള ലീനയാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ എറിയാട് കാർ സ്വകാര്യ ബസ്സിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർക്കും ബസ് യാത്രക്കാരനുമാണ് പരിക്കേറ്റത്. എറിയാട് കേരളവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമായിരുന്നു അപകടം. മോഷണക്കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 5 പേരെ പോലീസ് പിടികൂടി. പ്രതികളെ റിമാൻഡ് ചെയ്തു. അങ്കമാലി കറുകുറ്റി സ്വദേശി അമ്പാടൻ വീട്ടിൽ ജോജോ, കാഞ്ഞിരാമൻ വീട്ടിൽ സുജിത്,
ആലുങ്ങപ്പറമ്പിൽ വീട്ടിൽ അഖിൽ, പാലമറ്റം വീട്ടിൽ ആഷിഖ്, പേരാട് വീട്ടിൽ വിഷ്ണു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 1 കിലോ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. എരുമപ്പെട്ടി സ്വദേശി മുഹമ്മദിനെയാണ് സിറ്റി പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കയ്പമംഗലം ചളിങ്ങാട് കണക്കശ്ശേരി വീട്ടിൽ സോജിത്താണ് അറസ്റ്റിലായത്. ഓണംകളി പരിശീലനത്തിനിടെയുണ്ടായ തർക്കത്തിൽ പെൺകുട്ടിയെ ഇയാൾ ആക്രമിക്കുകയായിരുന്നു. വിനോദയാത്രക്കിടെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഹൃദയാഘാതം മൂലം മരിച്ചു. കയ്പമംഗലം കാളമുറി കിഴക്ക് ഭാഗം മതിലകത്ത് വീട്ടിൽ റഫീഖിന്റെ മകൻ 15 വയസ്സുള്ള മുഹമ്മദ് അഫീറാണ് കൊടൈക്കനാലിൽ വെച്ച് മരിച്ചത്. ചെന്താപ്പിനി ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് 8 കിലോ കഞ്ചാവ് പിടികൂടി. 2 ഒഡീഷ സ്വദേശികൾ പിടിയിൽ. ഇന്ത്യയുടെ ദേശീയ പതാകയുമേന്തി കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കി ഏനാമാവ് സ്വദേശി നാട്ടിൽ തിരിച്ചെത്തി. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഏനാമാവ് കെട്ടുങ്ങൽ സ്വദേശി പുഴങ്ങര ഇല്ലത്ത് സഫീറാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ കിളിമഞ്ചാരോയുടെ നെറുകയിൽ കാൽപ്പാടുകൾ പതിപ്പിച്ചത്. ഇരിങ്ങാലക്കുടയിൽ എക്സൈസ് ഇൻസ്പെക്ടറുടെ ഉത്രാടപ്പാച്ചിൽ കയ്യോടെ പൊക്കി വിജിലൻസ്. ഇയാളിൽ നിന്ന് 50,000 രൂപയും 7 കുപ്പി മദ്യവും പിടിച്ചെടുത്തു. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ എൻ ശങ്കറാണ് പിടിയിലായത്. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി സ്കൂൾ പരിസരത്ത് നിന്ന് 2 പേർ പിടിയിൽ. മേലൂർ കൂവക്കാട്ടുകുന്ന് സ്വദേശികളായ മാന്തട്ടിൽ വീട്ടിൽ ഹരിസുധൻ, ചെമ്പിക്കാടൻ വീട്ടിൽ വിഷ്ണുവർദ്ധൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ. അഴീക്കോട് പുത്തൻപള്ളി സ്വദേശി മാങ്ങാപ്പറമ്പിൽ വീട്ടിൽ അപ്പുമോനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ടെമ്പോ ട്രാവലറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. ട്രാവലറിലെ യാത്രക്കാരായ 4 പേർക്കും ബസ് ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. അഹമ്മദാബാദിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നവരാണ് ട്രാവലറിൽ ഉണ്ടായിരുന്നത്. വരന്തരപ്പിള്ളിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയതിന് 3 വധശ്രമ കേസിൽ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ കല്ലൂർ ആദൂർ സ്വദേശി വാഗേക്കാട്ടിൽ വീട്ടിൽ പ്രജിത്തും കൂട്ടാളികളായ വരന്തരപ്പിള്ളി കരയാമ്പാടം മാട്ടിൽ സ്വദേശി പാലത്തിങ്കൽ വീട്ടിൽ പ്രിൻസ്, അമ്മുകുളം സ്വദേശി കിലുക്കൻ വീട്ടിൽ നിവിൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. യുവാവിനെ ബിയർ കുപ്പിക്കൊണ്ട് ആക്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. ഊരകത്ത് ബാറിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ തൈക്കാട്ടുശ്ശേരി സ്വദേശി വലിയ വീട്ടിൽ അക്ഷയ്, പെരുമ്പിലശ്ശേരി സ്വദേശി പടിക്കൽ വീട്ടിൽ രഞ്ജിത്ത് എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കടം വാങ്ങിയ തുക തിരികെ കൊടുക്കാൻ വൈകിയതിന്റെ വൈരാഗ്യത്താൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചയാൾ പിടിയിൽ. കരൂപ്പടന്ന മുസാഫരിക്കുന്ന് സ്വദേശി വടക്കൂട്ട് വീട്ടിൽ ഷാജി, സുഹൃത്ത് ഉഴവത്തുകടവ് പുല്ലൂട്ട് സ്വദേശി കൊപ്പറമ്പിൽ വീട്ടിൽ വിനോദ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാത ചെമ്പൂരയിൽ ടയർ പഞ്ചർ ആയതിനെ തുടർന്ന് നിർത്തിയിട്ട മിനി ലോറിക്ക് പുറകിൽ ഓട്ടോറിക്ഷ ഇടിച്ചു കയറി. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. കയ്യൂർ സ്വദേശി കൊള്ളന്നൂർ തറയിൽ വീട്ടിൽ ടോണിയാണ് മരിച്ചത്. യുവതിയെ മാനഹാനി വരുത്തുകയും KSRTC ബസ് കണ്ടക്ടറെ ആക്രമിക്കുകയും ചെയ്ത നെന്മണിക്കര ചിറ്റിശ്ശേരി സ്വദേശി പിടിയിൽ. കുറുപ്പ് വളപ്പിൽ വീട്ടിൽ കൃഷ്ണൻകുട്ടിയെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടർക്ക് സ്വകാര്യ ബസ് കണ്ടക്ടറുടെ മർദ്ദനം. KSRTC ബസ്സിലെ കണ്ടക്ടറായ കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ കാളത്തോട് സ്വദേശി മുഹമ്മദ് സാലിഹാണ് മർദ്ദിച്ചത്. തൃശൂരിൽ മദ്യലഹരിയിൽ മകൻ അച്ഛനെ കുത്തിക്കൊന്നു. തൃശൂർ കൊരട്ടി ആറ്റപ്പാടത്ത് ജോയാണ് കൊല്ലപ്പെട്ടത്. മകൻ ക്രിസ്റ്റിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃപ്രയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ 4 പേർക്ക് പരിക്ക്. തൃപ്രയാർ സെന്ററിൽ SNDP LP സ്കൂളിന് മുന്നിലാണ് അപകടമുണ്ടായത്. ദേശീയപാതയിലൂടെ പോയിരുന്ന 4 കാറുകളും ചരക്ക് കയറ്റിയ ഒരു ടെമ്പോയും റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇരിങ്ങാലക്കുടയിലെ ചിക്കിംഗ് റെസ്റ്റോറന്റിൽ നിന്നും വാങ്ങിയ ചിക്കനിൽ നിന്നും പുഴുവിനെ ലഭിച്ചതായി പരാതി. ഇരിങ്ങാലക്കുട സ്വദേശി പ്ലാക്കൻ വീട്ടിൽ ലിസി ഫ്രാങ്കോ എന്ന യുവതിക്കാണ് ദുരനുഭവം ഉണ്ടായത്.
കുരിയച്ചിറ വെയർഹൌസിന് സമീപം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കടയിൽ തീപിടുത്തം. ഒല്ലൂർ സ്വദേശി പുതുക്കാടൻ വിനോദ് തോമസിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രൂട്ട്സ് ഫാക്ടറി എന്ന കടയ്ക്കാണ് തീപിടിച്ചത്. ഓലയും ഷീറ്റും മേഞ്ഞ കടയായതിനാൽ തീ ആളിക്കത്തി. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ധനലക്ഷ്മി ലോട്ടറി ഒന്നാം സമ്മാനം 1 കോടി രൂപ വരാക്കര സ്വദേശിക്ക്. വരാക്കര മഞ്ഞളി വീട്ടിൽ 81 വയസ്സുള്ള തോമസ് ആണ് ഭാഗ്യവാൻ. കരുവാപ്പടി ആവണി ലക്കി സെന്ററിൽ നിന്നാണ് തോമസ് ടിക്കറ്റ് എടുത്തത്. കൂർക്കഞ്ചേരി കൃഷിഭവന് മുൻപിലെ ഓപ്പൺ ജിം പാർക്കിലെ ലൈറ്റ് ബോർഡ് സാമൂഹിക വിരുദ്ധർ തകർത്തു. സംഭവത്തിൽ നെടുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാത തലോരിൽ ലോറി നിർത്തിയിറങ്ങിയ ഡ്രൈവർ മറ്റൊരു മിനി ലോറി ഇടിച്ച് മരിച്ചു. ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശി തുപ്പാംകുന്നത്ത് വീട്ടിൽ മുഹമ്മദ് മകൻ ഷഫീർ മോനാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിൽ വഴിയോര കച്ചവടം സജീവം. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചാണ് കച്ചവടം നടക്കുന്നത്. പടിഞ്ഞാറേ നടയിൽ ക്ഷേത്രത്തിനടുത്തുള്ള ചില വ്യാപാരികളാണ് നടപ്പുരയിലേക്ക് കയറി നിന്ന് പ്ലാസ്റ്റിക് പാത്രങ്ങളും സഞ്ചിയും വിൽപ്പന നടത്തുന്നത്. സ്ത്രീകളടക്കം 10ഓളം പേരാണ് സംഘത്തിലുള്ളത്. വല്ലച്ചിറയിലെ ക്ഷേത്രത്തിൽ നിന്ന് 20 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ക്ഷേത്രത്തിലെ മുൻ പൂജാരി അറസ്റ്റിൽ. പ്രതിയായ ബിബിനെ അന്വേഷണ സംഘം വയനാട് മീനങ്ങാടിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ ഡീസൽ പൈപ്പ് പൊട്ടി പുക ഉയർന്നു. ഗ്ലാസ് പൊളിച്ച് പുറത്തേക്ക് ചാടിയയാൾക്ക് പരിക്ക്. കോഴിക്കോട് തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബ്ലൂ ഡയമണ്ട് എന്ന ബസിൽ നിന്നാണ് പുക ഉയർന്നത്. കുന്നംകുളത്ത് വെച്ചായിരുന്നു സംഭവം. കല്ലൂരിൽ ബഡ് സ്കൂളിന്റെ വാൻ ഇടിച്ച് ഓട്ടോ മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. തൃക്കൂർ പഞ്ചായത്തിന്റെ ബഡ് സ്കൂൾ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടികളെ കൊണ്ടുവരുവാൻ പോയ വാനാണ് ഓട്ടോറിക്ഷയിൽ ഇടിച്ചത്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. കൊടുങ്ങല്ലൂരിൽ ഗതാഗത നിയമലംഘനം എന്ന പേരിൽ വാട്സപ്പിൽ വന്ന സന്ദേശമനുസരിച്ച് പിഴയടയ്ക്കാൻ ശ്രമിച്ച യുവാവിന് 6 ലക്ഷം രൂപ നഷ്ടമായി. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി അബ്ദുൾ ബാസിന്റെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിൽ നിന്നാണ് പണം നഷ്ടമായത്. കോൾനിലങ്ങളിലെ അധിക ജലം ഒഴുകിപ്പോകാത്തത് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. ഇറിഗേഷൻ മെയിൻ കനാലിൽ ചണ്ടിയും കുളവാഴയും നിറഞ്ഞതാണ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കാൻ കാരണം. ചാഴൂർ, പാറളം, അന്തിക്കാട്, അരിമ്പൂർ പഞ്ചായത്തുകളിലെ കർഷകരാണ് ആശങ്കയിലായത്. ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിക്ക് 3 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി കെ രാമചന്ദ്രൻ MLA അറിയിച്ചു. ചിമ്മിനിയിൽ നടന്ന പുതുക്കാട് മണ്ഡലം ടൂറിസം പദ്ധതികളുടെ അവലോകന യോഗത്തിലാണ് MLA ഇക്കാര്യം അറിയിച്ചത്. വെള്ളിക്കുളങ്ങര റേഞ്ചിലെ റിസർവ് വനത്തിൽ നിന്നും പ്രദേശത്തെ സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തുന്ന പ്രധാന പ്രതിയെ വനം വകുപ്പ് പിടികൂടി. വീരപ്പൻ ജോയ് എന്ന് വിളിക്കുന്ന ജോയിയെയാണ് പിടികൂടിയത്. തൈക്കാട്ടുശ്ശേരി ALP സ്കൂളിൽ ചെത്തിപ്പൂവ് വസന്തം. ഹരിതവർണ്ണ ഇലകൾക്കിടയിൽ നിൽക്കുന്ന പൂക്കൾ കാഴ്ചയ്ക്ക് വിരുന്നൊരുക്കുന്നതിനോടൊപ്പം സ്കൂളിന് സമ്മാനിക്കുന്നത് ചെറിയൊരു വരുമാനം കൂടിയാണ്. ആളൂർ ആനത്തടത്ത് 60കാരിയെ ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തി. ആനത്തടം പുതുശ്ശേരി കുന്നപ്പിള്ളി ബാബു എന്ന് വിളിക്കുന്ന 65 വയസ്സുള്ള ദേവസിയാണ് മരിച്ചത്. ബൈക്കിൽ കൊണ്ടുപോകാത്തതിന്റെ വൈരാഗ്യത്താൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച വരന്തരപ്പള്ളി വേലൂപ്പാടം സ്വദേശി അറസ്റ്റിൽ. വേലൂപ്പാടം കിണർ സ്വദേശി പുൽക്കിരിപ്പറമ്പിൽ വീട്ടിൽ ഷിനോജിനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വകാര്യ ലൈൻ ബസ് സർവീസ് നടത്തുന്ന മാതാ ബസിന്റെ ജീവനക്കാരെ ആദരിച്ചു. കല്ലൂർ മുതൽ തൃശൂരിലേക്ക് 30 വർഷമായി സർവീസ് നടത്തിവരുന്ന ഈ ബസിലെ കണ്ടക്ടറും ഡ്രൈവറുമായി ജോലി ചെയ്തു വരുന്ന ജോയ്, ഷാജു എന്നിവർ യാത്രക്കാരോടുള്ള മാന്യമായ പെരുമാറ്റവും അമിത വേഗതയില്ലാത്ത സുഗമമായ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്തതിന്റെ മികവിലാണ് ആദരവ് നൽകിയത്. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി എത്തിയ യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട അരിക്കാട്ട് പറമ്പിൽ വീട്ടിൽ ഹിരേഷിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വൂരിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ ദമ്പതികൾ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ചികിത്സയിലായിരുന്ന ഭർത്താവ് മരിച്ചു. ചേർപ്പ് പെരുവനം ചിറയ്ക്ക് സമീപം മുളയ്ക്കൽ വീട്ടിൽ 48 വയസ്സുള്ള രേഷാണ് മരിച്ചത്. ഏങ്ങണ്ടിയൂരിൽ മദ്യലഹരിയിൽ മകൻ തള്ളിയിട്ടതിനെ തുടർന്ന് ചുമരിൽ തലയിടിച്ചു വീണ അച്ഛൻ മരിച്ചു. ഏങ്ങണ്ടിയൂർ മണപ്പാട്ട് മൂങ്ങാടി വീട്ടിൽ 71 വയസ്സുള്ള രാമുവാണ് മരിച്ചത്. സംഭവത്തിൽ മകൻ രാകേഷിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു.
കടപ്പുറം തൊട്ടാപ്പിലെ ചേറ്റുവ ലൈറ്റ് ഹൌസിൽ സ്ഫോടക വസ്തു പൊട്ടിച്ച സംഭവത്തിൽ 4 പേർ പിടിയിൽ. മണത്തല ബേബി റോഡ് സ്വദേശികളായ കോലയിൽ അബു താഹിർ, മടപ്പേൻ ഹിലാൽ, കല്ലിങ്ങൽ ഷാമിൽ, ഇളയടത്ത് ഷുഹൈബ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കുന്നംകുളത്ത് മലങ്കര ആശുപത്രിയിൽ ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ സംഘർഷത്തിൽ പാലപ്പെട്ടി അൽഫാസ ആംബുലൻസ് ഡ്രൈവർ ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. മുസ്തഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് ഡ്രൈവർ നിസാറാണ് ആക്രമിച്ചത്. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. പാലക്കാട് അമ്പലപ്പാറ കടമ്പൂർ സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ നിതിൻ ഗോകുൽ എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്കൂട്ടറിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ആക്രമണം. സ്റ്റേഷൻ റൌഡിയെയും കൂട്ടാളിയെയും ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൻചിറ പുളിയിലക്കുന്ന് സ്വദേശി നെടുമ്പുരയ്ക്കൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി, പഴവിൽ ചിറക്കൽ സ്വദേശി പരേക്കാട്ടിൽ വീട്ടിൽ വിഷ്ണു എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആളൂർ പഞ്ചായത്തിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. 15 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡിന്റെ നേതൃത്വത്തിൽ പൂച്ചയെ പിടിക്കാൻ വൈദ്യുതി പോസ്റ്റിനു മുകളിൽ കയറിയ പെരുമ്പാമ്പ് 2.5 മണിക്കൂറോളം നാട്ടുകാരെ വട്ടം കറക്കി. ഗുരുവായൂർ തമ്പുരാൻപടിയിലാണ് സംഭവം. വന്യമൃഗങ്ങളെ പിടികൂടുന്നതിൽ വിദഗ്ധനായ പ്രബീഷ് ഗുരുവായൂരാണ് പാമ്പിനെ പിടികൂടിയത്. പെരിങ്ങനത്ത് നിന്ന് കാറുകൾ മോഷ്ടിച്ച കേസിൽ 2 പേർ പിടിയിൽ. കയ്പമംഗലം ആശാരിക്കയറ്റം സ്വദേശി ഇജാസ്, മതിലകം കോളിമുട്ടം എമ്മാട് സ്വദേശി ഹാരിസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വൂർ ഇറക്കത്ത് വീണ്ടും അപകടം. സ്വകാര്യ ബസ്സിടിച്ച് കാർ തകർന്നു. തൃശൂരിൽ നിന്ന് വന്ന സെയിന്റ് ആനലിസ് ബ്രേവോ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാറിന്റെ പിൻഭാഗം തകർന്നു. സ്വകാര്യ ബസ്സിൽ വെച്ച് യാത്രക്കാരിക്ക് മാനഹാനി വരുത്തിയ യുവാവ് അറസ്റ്റിൽ. ആളൂർ സ്വദേശി പള്ളിത്തറ വീട്ടിൽ 43 വയസ്സുള്ള ഷൈജു ആണ് അറസ്റ്റിലായത്. മാള, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 2 കവർച്ചാ കേസുകളിലും 1 അടിപിടി കേസിലും ഇയാൾ പ്രതിയാണ്. വരന്തരപ്പള്ളി വേലൂപ്പാടത്ത് സ്വകാര്യ വ്യക്തിയുടെ വഴി കയ്യേറി KSEB അധികൃതർ വൈദ്യുതി പോസ്റ്റ് സ്ഥാപിച്ചതായി പരാതി. വേലുപ്പാട് മഠം സ്വദേശി പെരുവാൻകുഴിയിൽ സൂപ്പിയുടെ ഉടമസ്ഥതയിലുള്ള വഴിയിലാണ് അനുവാദം ചോദിക്കാതെ പോസ്റ്റ് സ്ഥാപിച്ചത്. ദേശീയപാത ആമ്പലൂരിൽ അടിഞ്ഞുകൂടിയ മണ്ണ് അപകട ഭീഷണിയാകുന്നു. ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ ശ്രീലക്ഷ്മി തിയേറ്റർ മുതൽ KSRTC സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്താണ് മൺതിട്ട രൂപപ്പെട്ടിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2025 ഒക്ടോബർ 1 മുതൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി പാലക്കാട് ശ്രീകൃഷ്ണപുരം മൂർത്തിയേടത്ത് മന സുധാകരൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. കൊടകരയിൽ മാരകായുധങ്ങളുമായി വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി യുവാവിനെ ആക്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശികളായ തച്ചനാടൻ വീട്ടിൽ റെനീഷ്, എങ്ങട്ടായി വീട്ടിൽ രാഹുൽ, മാടായിക്കോണം കുഴിക്കാട്ടുകോണം സ്വദേശി പാലക്കപ്പറമ്പിൽ വീട്ടിൽ അനീഷ് എന്നിവരെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. നഗരസഭ നന്മ ലഹരി പദ്ധതിയുടെ ഭാഗമായി മുനിസിപ്പൽ കലാഭവൻ മണി പാർക്കിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. കലാഭവൻ മണി പാർക്കിൽ കുട്ടികൾക്ക് കളി ഉപകരണങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് MP ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് ബെന്നി ബെഹനാൻ യോഗത്തിൽ അറിയിച്ചു. പുതുക്കാട് തെക്കേത്തുറവിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി ഓട്ടുപാത്രങ്ങൾ മോഷ്ടിച്ച നാടോടി സ്ത്രീയെ നാട്ടുകാർ പിടികൂടി. തെക്കേത്തുറവ് നീലങ്കാവിൽ ഔസേപ്പിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പാലപ്പിള്ളി ഹാരിസൺ മലയാളം കമ്പനിയിൽ നിന്ന് 35 ലക്ഷം രൂപ തട്ടിയെടുത്ത അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറെ പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട് പൊഴുതാന സ്വദേശി പൊട്ടേങ്ങൽ വീട്ടിൽ ഷെഫീഖിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസിൽ ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവിനെ വീടിന് സമീപത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരക്കോട് വടക്കൻ വീട്ടിൽ 30 വയസ്സുള്ള മിഥുനാണ് മരിച്ചത്. പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം, പ്രതിക്ക് 3 വർഷം തടവും പിഴയും ശിക്ഷ. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ റോഡിൽ കൗമാരക്കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ അവിനിശ്ശേരി ആനക്കല്ല് അംബേദ്കർ നഗറിലെ മുല്ലപ്പള്ളി വേലായുധനാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷ വിധിച്ചത്. തളിക്കുളത്ത് 1ാം ക്ലാസ് വിദ്യാർത്ഥിനി പാമ്പ് കടിയേറ്റ് മരിച്ചു. 10ാം ക്ലാസ് CMS സ്കൂൾ വിദ്യാർത്ഥിനി അനാമികയാണ് മരിച്ചത്. ഏങ്ങണ്ടിയൂർ 5ാം കല്ല് പുളിഞ്ചോട് തച്ചാട്ട് നന്ദു മുകുന്ദിന്റെ മകളാണ്.
തൃശൂരിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ 20 ഗ്രാം MDMA-യുമായി യുവാവ് എക്സൈസ് പിടിയിൽ. ആലുവ സ്വദേശി റിച്ചു ആണ് പിടിയിലായത്. കൊരട്ടി സ്വദേശിയായ പോക്സോ കേസ് പ്രതിയെ 9 വർഷത്തിനു ശേഷം പിടികൂടി. പൂജയുടെ മറവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കൊരട്ടി കൊന്നൂർ സ്വദേശി കരിങ്ങാപ്പള്ളി വീട്ടിൽ മനോജിനെയാണ് അങ്കമാലിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ജോലിക്കാരിയെ അറസ്റ്റ് ചെയ്തു. ആളൂർ കടുപ്പശ്ശേരി സ്വദേശി കിടുവാട്ടിൽ വീട്ടിൽ അജിതയെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒല്ലൂർ കമ്പനിപ്പടിയിൽ സ്വകാര്യ ബസ് കടയിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് പരിക്കേറ്റു. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. സ്കൂൾ ബസ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു കയറി അപകടം. ചെറുവാൾ പാഴായി റോഡിലാണ് അപകടം നടന്നത്. നന്ദിക്കര സർക്കാർ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സുകളുടെ മുകളിൽ മരം വീണു. സ്റ്റാൻഡിന്റെ കോമ്പൗണ്ടിൽ നിന്ന മല്ലിമരത്തിന്റെ ഒരു ഭാഗം ബസ്സുകളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിന് സമീപത്തായി ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. മുരിങ്ങൂരിൽ നിന്നും കൊരട്ടിക്ക് പോകുന്ന ഭാഗത്തുള്ള ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് മുൻവശമാണ് മണ്ണിടിഞ്ഞ് റോഡ് തകർന്നത്. പുതുക്കാട് ബൈക്ക് അപകടത്തിൽ ചികിത്സയിലായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു. പുതുക്കാട് ചാക്കോച്ചിറ സ്വദേശി കുറുമാലി കരുവാൻ വീട്ടിൽ 54 വയസ്സുള്ള രാജനാണ് മരിച്ചത്. കിണറ്റിൽ വീണ് ചലനമറ്റ് കിടന്ന സ്ത്രീയെ അഗ്നിരക്ഷാസേന രക്ഷിച്ചു. വെട്ടുകടവ് ശാന്തിപുരം പള്ളിക്ക് സമീപം നെറ്റിക്കാടൻ റാഫേലിന്റെ ഭാര്യ 60 വയസ്സുള്ള എൽസിയാണ് രക്ഷപ്പെട്ടത്. അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്നിരുന്ന മകൻ പിടിയിൽ. ചാലക്കുടി പരിയാരം കൊന്നക്കുഴി സ്വദേശി കുന്നുമ്മൽ വീട്ടിൽ ബാബുവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ മകൻ ബാലുവിനെയാണ് മേലൂർ കുന്നപ്പള്ളിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. മാർ ജേക്കബ് തൂങ്കുഴിക്ക് വിട നൽകി സാംസ്കാരിക നഗരി. ലൂർദ് കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകളിലും പൊതുദർശനത്തിലും 100 കണക്കിന് ആളുകൾ പങ്കുചേർന്നു. കൈക്കൂലി വാങ്ങുന്നതിനിടെ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ. ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസറായിരുന്ന ഇരിങ്ങാലക്കുട ജയപ്രകാശാണ് തൃശൂർ വിജിലൻസിന്റെ പിടിയിലായത്. ഇരിങ്ങാലക്കുട മാർക്കറ്റിൽ പച്ചക്കറി വ്യവസായി ഉൾപ്പെടെ 3 പേരെ കടിച്ച തെരുവ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നാട്ടുകാർ പിടികൂടിയ നായയെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരുന്നു. റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് നായയ്ക്ക് പേവിഷബാധ ഉണ്ടായിരുന്നെന്ന് സ്ഥിരീകരിച്ചത്. 91 വയസ്സുകാരിയെ പീഡിപ്പിച്ച് സ്വർണ്ണമാല കവർന്ന കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 15 വർഷം കഠിന തടവും. കണ്ണംകുളം സ്വദേശിയായ വിജയകുമാറിനാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വിവിജ സേതുമോഹൻ ശിക്ഷ വിധിച്ചത്. വയോധികയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. പഴുവിൽ കുറുമ്പിലാവ് സ്വദേശി തട്ടാപ്പറമ്പിൽ വീട്ടിൽ സുധീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ എറിയാട് സ്വദേശി പിടിയിൽ. കാര്യക്കാട് വീട്ടിൽ ജിതിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നു. ഒക്ടോബർ 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 16 വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പേങ്ങാമുക്ക് സ്വദേശിയായ 61-കാരനെ 63 വർഷം കഠിന തടവിനും 3 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ നിന്ന് തൊഴിലാളികൾ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു. പറളായി എസ്റ്റേറ്റിന് സമീപത്തെ റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് കരടി ആക്രമിക്കാൻ ശ്രമിച്ചത്. തൃശൂരിലെ സ്വകാര്യ ഫ്ളാറ്റിൽ വെച്ച് യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി കീഴടങ്ങി. കുറ്റേക്കര സ്വദേശിയായ മാർട്ടിൻ ജോസഫാണ് പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. പാലിയേക്കരയിലെ ടോൾ വിലക്ക് തുടരും. സുപ്രധാന തീരുമാനവുമായി ഹൈക്കോടതി. മുരിങ്ങൂരിൽ സർവീസ് റോഡ് ഇടിഞ്ഞതിൽ ജില്ലാ കളക്ടർ കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. തൃശൂർ അന്തിക്കാട് മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കവർച്ച. ക്ഷേത്രത്തിലെ 6 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. ഓഫീസ് റൂമിൽ സൂക്ഷിച്ചിരുന്ന 30,000 രൂപ വില വരുന്ന വെള്ളിക്കുടവും മോഷണം പോയി. അതിരപ്പള്ളി അരൂർ മൊഴിയിൽ വീണ്ടും പുലി ഇറങ്ങി തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശുക്കുട്ടിയെ കൊന്നു. നഴ്സറിപ്പടി പരിസരത്തെ പുതിയെടുത്ത സുരേന്ദ്രന്റെ 4 മാസം പ്രായമുള്ള പശുക്കുട്ടിയെയാണ് പുലി കൊന്നത്. പോക്സോ കേസിലെ പ്രതിക്ക് 6 വർഷം തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു.
കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി ചേപ്പൊള്ളി വീട്ടിൽ അബ്ദുൾ കരീമിനെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ ചാലക്കുടി പരിയാരം സ്വദേശിയിൽ നിന്ന് 1,08,00,000 രൂപ തട്ടിയ പ്രതി പിടിയിൽ. കോഴിക്കോട് കക്കോടി സ്വദേശിയായ റയാൻ വീട്ടിൽ റയാനെയാണ് തൃശൂർ റൂറൽ സൈബർ പോലീസ് ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഇന്നത്തെ ന്യൂസ് റീക്യാപ്പ് അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.